ഇസ്ലാമിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ആദ്യത്തെ ഭാഗം മതനിരപേക്ഷത എന്ന് പറയുന്നതാണ്. ഇസ്ലാം ഭരിക്കുന്ന പ്രദേശങ്ങളിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് വലിയ സംരക്ഷണത്തോടുകൂടി അവർക്ക് ജീവിക്കാനുള്ള കാഴ്ചപ്പാട് ഇസ്ലാം നൽകുന്നു. പരസ്യ പ്രവാചകൻ മെദീനയിൽ എത്തിച്ചേരുമ്പോൾ മെദീനയുടെ ആകെ ജനസംഖ്യ 11,500 എന്നാൽ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 1,500 മാത്രമായിരുന്നു. ഈ 1,500 മുസ്ലിങ്ങൾ 10,000-ഓളം വരുന്ന യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും ഭരിക്കുന്ന ഒരു ഭരണം. ആ ഭരണം തുടങ്ങുമ്പോൾ പരസ്യ പ്രവാചകൻ 42 പാരഗ്രാഫുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. മദീന ഡോക്യുമെന്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ മദീന ഡോക്യുമെന്റ് നിങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതത്തോടുകൂടി മാത്രമേ അത് വായിച്ച് തുടങ്ങാൻ പറ്റുള്ളൂ. അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് ആരംഭിക്കുന്നത് പ്രവാചകന്റെ വലിയൊരു പ്രഖ്യാപനത്തിലാണ്. മദീനയിൽ ജീവിക്കുന്ന യഹൂദന്മാരും ക്രിസ്ത്യാനികളും ട്രൈബൽ മതവിശ്വാസികളും മുസ്ലിങ്ങളും ഏകോദര സഹോദര